ശങ്കരാചാര്യരുടെ പരകായ പ്രവേശം സർവജ്ഞ പീഠം കയറാൻ നേരത്തെ ലൈംഗികതയെ പറ്റി അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ പരകായ പ്രവേശനം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെ മറന്ന് വേറൊരാളായിട്ട് മാറുകയാണ്. ഈ സിദ്ധി ഇപ്പം സാധാരണപ്പെട്ട എന്നെ പോലെ ഒരാൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് ഈ ഒരു സിദ്ധി മാത്രമായിട്ട് കിട്ടാനായിട്ട് എളുപ്പമാണ്. ഇപ്പം എല്ലാ സിദ്ധികളും ഒരുമിച്ചേ കിട്ടുള്ളൂ. ബൗണ്ടറീസ് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിശാലമാകും. അപ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ സാധിക്കാത്ത പലതും സാധിച്ചെന്ന് വരും. നിങ്ങൾക്ക് ESP കിട്ടിയെന്ന് വരും. നിങ്ങൾക്ക് സൈക്കോകൈനസിസ്, അതായത് ചാത്തൻ ഉപദ്രവം എന്ന് പറയുന്ന ചില വീടുകളിൽ നടക്കുന്ന ഡിസ്റ്റർബൻസ്, സാധനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക, പറക്കുക, സാത്താൻ സേവ അല്ലെങ്കിൽ കറുത്തച്ഛനൂട്ട്, ഇത്തരത്തിലുള്ള പഴയ ടീംസുകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു പാരാനോർമൽ ആക്ടിവിറ്റീസ് അല്ലേ സർ? ശങ്കരാചാര്യരുടെ പരകായ പ്രവേശം സാർ എന്നൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ശങ്കരാചാര്യർക്ക് സർവജ്ഞ പീഠം കയറാൻ നേരത്തെ ലൈംഗികതയെ പറ്റി അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജാവിൻ്റെ ശരീരത്തിലേക്ക് പരകായ പ്രവേശം ചെയ്തു എന്ന്. അത് യഥാർത്ഥത്തിൽ സാധ്യമാണോ? ഇതിനകത്ത് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് ഈ സർവജ്ഞ പീഠം കയറുക എന്ന് പറയുന്നു. രണ്ട്, ഈ പരകായ പ്രവേശം എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും അറിയുക എന്ന് ആണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ഈ അറിവ് അനന്തമാണ്. അതിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ വിഷയങ്ങൾ തന്നെ ഈ കണക്കില്ലാതെ ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ ആളാണ് സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ ആ സർവജ്ഞത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ല ഇവിടെ. അപ്പോൾ ശങ്കരാചാര്യർ യാതൊന്ന് അറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതിന് തുല്യമാണ്, അത് നേടിയ ആളെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ സർവജ്ഞൻ എന്ന വാക്ക് തന്നെ അദ്ദേഹത്തിന് ആപ്ലിക്കബിൾ അല്ല എന്നാണ് എൻ്റെ അർത്ഥം, എൻ്റെ വിചാരം. രണ്ട്, ഈ പരകായ പ്രവേശനം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിവുള്ള സൈക്കിക്ക് തന്നെ ഒരാളിനെ കാണുമ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ നമ്മളെ തന്നെ മറന്ന് വേറൊരാളായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഒരാളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ അയാളായിട്ട് മാറിയിട്ടാണ് അയാളുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത്. അത് അവരുടെ മൈൻഡ് വേറൊരാളുടെ മൈൻഡിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ശങ്കരാചാര്യരെ പോലെ ഒരാൾക്ക് ഈ ലൈംഗികതയെ പറ്റി ഈ അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ ശരീരത്തിൽ കയറേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇൻറ്റ്യൂഷൻ കൊണ്ട് അറിയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു ആരോ സൃഷ്ടിച്ച് വിട്ട കഥയാണ്. അങ്ങനെയൊന്നും യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശങ്കരാചാര്യർക്ക് സർവജ്ഞ പീഠം കയറേണ്ട ആവശ്യവുമില്ല. ശങ്കരാചാര്യർക്ക് ലൈംഗികതയെ പറ്റി ഇങ്ങനെ വേറൊരാളുടെ ശരീരത്തിൽ കയറി അറിയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ പഴയ കഥകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പരകായ പ്രവേശം സാധ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പല ആളുകളും പല കഥകൾ വഴി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് സാധ്യമാക്കിക്കൂടെ? അതായത് ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അത് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതായത് അവരുടെ മൈൻഡ് വേറൊരാളുടെ മൈൻഡിനെ ആക്സസ് ചെയ്യുന്നതാണ്. അതൊരു സയന്റിഫിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ടെലിപ്പതി എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ടെലിപ്പതി എന്ന് പറയുന്ന ഈ ഒരു അല്ലെങ്കിൽ ഒരു ശക്തിയാണല്ലോ ഇത്, അല്ലെങ്കിൽ ഒരു സിദ്ധിയാണ്. ഈ സിദ്ധി ഇപ്പം സാധാരണപ്പെട്ട എന്നെ പോലെ ഒരാൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് ഒരു സിദ്ധി മാത്രമായിട്ട് കിട്ടാനായിട്ട് എളുപ്പമാണ്. അപ്പം എല്ലാ സിദ്ധികളും ഒരുമിച്ചേ കിട്ടുള്ളൂ. അതിന് നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിൽ കൂടെയാണ് പോസിറ്റീവായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഇപ്പം ഒരു ചെറിയ സർക്കംഫറൻസിനകത്ത് കിടന്ന് കറങ്ങുകയാണ്. അതിൻ്റെ ബൗണ്ടറീസ് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ
നിങ്ങളുടെ മനസ്സ് വിശാലമാകും. അപ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ സാധിക്കാത്ത പലതും സാധിച്ചെന്ന് വരും. നിങ്ങൾക്ക് ESP കിട്ടിയെന്ന് വരും, നിങ്ങൾക്ക് സൈക്കോകൈനസിസ് സാധ്യമായെന്ന് വരും. അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം സൈക്കോകൈനസിസ് എന്ന് പറയുമ്പോൾ മൈൻഡ് ഓൺ മാറ്റർ, വേറൊരു ബാഹ്യമായ വസ്തുവിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനാണ് സൈക്കോകൈനസിസ് എന്ന് പറയുന്നത്. ഈ ദൂരെ ഇരിക്കുന്ന വസ്തുവിനെ അനക്കുക. നമ്മുടെ ശരീരം അതിൽ ഉൾപ്പെടും. ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളെ സൈക്കിക് ഹീലിംഗ്, നേരത്തെ പറയാം എനർജി ഹീലിംഗ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിസ്റ്റന്റ് ഹീലിംഗ് എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സിദ്ധികൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമോ? അതായത് ക്രൈസിസ് കൊണ്ട് സംഭവിക്കാം. എനിക്ക് നേരിട്ട് അറിവുള്ള ചില കേസിൽ ഇപ്പോൾ സൂസൈഡ് അറ്റംപ്റ്റ് നടത്തി ആശുപത്രിയിൽ കിടന്നപ്പോൾ ഈ സിദ്ധികൾ ഉണ്ടായ ആളുകളുണ്ട്. അങ്ങനെ വളരെയധികം മാനസിക വിക്ഷോഭം അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് വന്നെന്ന് വരാം. പലപ്പോഴും ആളുകൾ ഇതിനൊരു ദൈവികമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇതിനൊരു ദൈവികമായിട്ട് കാണുന്നത്? ദൈവം എന്നുള്ള ഒരു വാക്കാണ്, നമ്മൾ സാധാരണ ആ വാക്ക് ഉപയോഗിക്കാറില്ല. ഈ സൈക്കോളജി അല്ലെങ്കിൽ പാരാസൈക്കോളജി എന്തുകൊണ്ടായിരിക്കാം ഈ പാരാസൈക്കോളജി എന്ന് പറയുന്നൊരു കാര്യം ഉടലെടുത്തത്? ഇത്തരത്തിലുള്ള എനർജികളെ പറ്റി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പാരാസൈക്കോളജി എന്ന് പറയുമ്പോൾ പാരാനോർമൽ ആക്ടിവിറ്റീസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ലഭിക്കുമോ? ഈ പാരാനോർമൽ ആക്ടിവിറ്റി എന്നത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ അർത്ഥം വന്നത്. അതായത് ചാത്തൻ ഉപദ്രവം എന്ന് പറയുന്ന ചില വീടുകളിൽ നടക്കുന്ന ഡിസ്റ്റർബൻസ്, സാധനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക, പറക്കുക, ഇതിനെയാണ് ഇപ്പോൾ പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് പലരും ഉദ്ദേശിക്കുന്നത്. താങ്കൾ വേറൊരു അർത്ഥത്തിലാണ് ഇപ്പം സാത്താൻ സേവ അല്ലെങ്കിൽ കറുത്തച്ഛനൂട്ട്, ഇത്തരത്തിലുള്ള പഴയ ടേംസുകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു പാരാനോർമൽ ആക്ടിവിറ്റീസ് അല്ലേ? ഈ ചാത്തൻ സേവ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശാസ്താവിൻ്റെ ഉപാസനയാണ്. ഇപ്പോൾ ഈ ചാത്തൻ സേവ മഠങ്ങളെന്നും പറഞ്ഞുണ്ട്, അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പണ്ട്. അവരൊക്കെ ശാസ്താവിനെയാണ് ഉപാസിക്കുന്നത്. അവർ പറയുന്നത് ശാസ്താവ് എന്നുള്ള പദത്തിൽ നിന്നാണ് ചാത്തൻ എന്ന് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ ക്രൈസ്തവരുടെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സാത്താൻ എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷം. സാത്താനും ചാത്തനും തമ്മിലൊരു ബന്ധമില്ല. അപ്പം ഈ സാത്താന് വേണ്ടിയിട്ട് കൂടുതൽ ബ്ലഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരില്ലേ, അതെന്തുകൊണ്ടാണ്? അതായത് പൊതുവേ ഉള്ള ഒരു വിശ്വാസം, ഈ സന്മൂർത്തികൾ, അത് ദൈവവുമാകാം, വേറെ ഇപ്പോൾ ക്രിസ്തുമതത്തിലാണെങ്കിൽ മാലാഖമാർ, വിശുദ്ധന്മാർ, ഇങ്ങനെ ഒരുപാട് കാറ്റഗറിയുണ്ട്. ഇവരെയൊക്കെയാണ് സന്മൂർത്തികളെന്ന് പറയുന്നത്. അപ്പം സന്മൂർത്തികളെ പ്രീതിപ്പെടുത്തി നമുക്ക് ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ എളുപ്പമല്ല. ഒന്നാമത് തെറ്റായ കാര്യങ്ങൾ അവർ വഴി ഏതായാലും നടക്കത്തില്ല. പിന്നെ നേരായ കാര്യങ്ങളാണെങ്കിൽ പോലും അവരെ പ്രസാദിപ്പിച്ച് സാധിക്കാൻ എളുപ്പമല്ല. പക്ഷേ ദുർമൂർത്തികളെ പെട്ടെന്ന് പ്രസാദിപ്പിക്കും. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ആളുകൾ ദുർമൂർത്തികളെ ഉപാസിക്കുന്നത്. അപ്പോൾ ദുർമൂർത്തികളിൽ പെട്ടതാണ് ഈ സേറ്റൻ. ദുർമൂർത്തികളുടെ ദൈവം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സാത്താൻ എന്ന് മലയാളത്തിൽ പറയും, സേറ്റൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. പക്ഷെ ഇവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബ്ലഡ് അല്ലെങ്കിൽ മാംസം അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യം? അല്ല, അത് ഹിന്ദു മതത്തിലാണെങ്കിലും ദുർമൂർത്തികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നരബലി, മാംസവും മദ്യവും ഒക്കെ നിവേദിക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള സങ്കല്പം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സന്മൂർത്തിയെ ആരും പ്രസാദിപ്പിക്കാനായിട്ട് നരബലി ചെയ്യാറില്ല. അപ്പം നേരെ മറിച്ച് ദുർമൂർത്തികളെ പ്രീതിപ്പെടുത്താനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും പല കഥകളും കേട്ടു നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ലോകം, ഭൂമി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ഭൂമി ഇതേപോലെ നല്ല രീതിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ ഈ ഭൂമിയിലുള്ള ഈ എനർജികളെ അതിനെ അടിമപ്പെടുത്താനും അതിനെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമുള്ളൊരു കാര്യമാണോ? അതെ,
ഇത് ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് പിന്നീട് ഇവർക്ക് ഇത്തരത്തിലുള്ള എനർജികളെ ഇവർക്ക് കെട്ടിപ്പൂട്ടി വെക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ അതിനെ അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നത്? അവസാനം അതായത് എല്ലാ കഥകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഇവർ ഈ മൂർത്തിയെ മുഴുവൻ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അടിച്ചമർത്തുന്നു. അവസാനം ഈ മൂർത്തി ഇവരെ വിഴുങ്ങുന്നു. ഇതാണ് നമ്മൾ പലപ്പോഴും കേട്ടുള്ള കഥകൾ. അല്ലെങ്കിൽ ഇവരുടെ ജീവിതം അവസാനിക്കുന്നു. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? ആദ്യത്തെ ചോദ്യം, യഥാർത്ഥത്തിൽ ഇവർ എക്സ്റ്റേണലായിട്ട് ഒരു മൂർത്തിയെ ഇങ്ങനെ അവരുടെ കൺട്രോളിലാക്കി കൊണ്ടു നടക്കുന്നുണ്ടോ? ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ദീർഘകാലം പരിചയമുള്ളവരും ഉണ്ട്. അപ്പോൾ അവർക്ക് ചില സിദ്ധികളൊക്കെ ഉണ്ടെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ മൂർത്തി എന്ന് പറയുന്നത് ശരിക്കും എക്സ്റ്റേണലാണോ അവരുടെ മൈൻഡിൻ്റെ ഒരു ക്രിയേഷനാണോ എന്ന് എനിക്ക് ഇതുവരെ തീർച്ചയില്ല. എൻ്റെ കൂടുതലും ഉള്ള സംശയം ഇത് ഇവരുടെ തന്നെ മൈൻഡിൻ്റെ ഒരു ക്രിയേഷനാണെന്നുള്ളതാണ്.